കഴിഞ്ഞ വീഡിയോ ഒരു ഹാപ്പി ഉള്ള വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു വീഡിയോ ആണ്. ഒരു ചിക്കൻ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു ചിക്കൻ എടുത്ത് ഒരു പുറത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾക്കാർ ചിക്കൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, എന്താ സംഭവം നോക്കട്ടെ. ഒരു ചിക്കൻ എടുത്ത് പുറത്തിടുകയാണെങ്കിൽ അത് എൻ്റെ എന്തോ ഫാൾട്ടാണ്. ഞാൻ അവിടെ കേജ് പോരാതെ വരുന്നതാണോ എന്ന് അറിയൂല. എന്താണ് കേസ് അത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേർഡ്സൊക്കെ. എൻ്റെ പേര് വിശാൽ. ഇന്നത്തെ ഒരു വീഡിയോ വളരെ സങ്കടകരമായൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ ഒരു ഹാപ്പി ഉള്ള വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ. ഓക്കെ, അതിന് മുമ്പ് ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട ബെല്ലേക്ക് നമുക്ക് കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കാര്യം പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ മിക്ക ഏവരിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ചിക്കൻ എടുത്ത് പുറത്തിടുക മിക്ക പേഴ്സും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്കൊന്ന് സംഭവിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ആരാഴ്ച മറ്റാരുമല്ല, നമ്മുടെ ഡയമണ്ട് അവൻ കേട്ടോ. ഒരു ചിക്കൻ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു ചിക്കൻ എടുത്ത് ഒരു പുറത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, എനിക്ക് തോന്നുന്നത് ഏകദേശം 2-3 ദിവസമായി ഡെഡായിട്ട്. ക്ലിയറായി കാണുന്നത് അറിയില്ല. 2-3 ദിവസമായി ആൾ ഡെഡായിട്ട്. ഇതല്ലേ, 2-3 ദിവസമായി ഡെഡായിട്ട് ആള്. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്തായാലും 1-1.5 ഡെഡായതല്ല. അതിപ്പോൾ ഇന്നേക്കും ഒരു പുറത്തിട്ടുണ്ടാവുക. ഇന്നിപ്പം ഭയങ്കര അടിയിലാണ് ഞാൻ. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ചിക്കൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, നിർഭാഗ്യവശാൽ നമുക്കത് കാണാനുള്ള വിധിയില്ല. ഓക്കെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര സാഡാണ് ഞാൻ. അപ്പോൾ അതിന് കാരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് ഇവർ ആദ്യത്തെ ചിക്കാണ്. ആദ്യമായിട്ട് നമ്മളോട് തന്ന് ബ്രീഡായതാണ്. പിന്നെ ചിക്കളെ പുറത്തിടാനുള്ള പലതരം കാരണങ്ങൾ വെച്ചാൽ അതിലൊന്ന് ബേർഡ് ഇൻസെക്യൂർ ഫീൽ ചെയ്യുക. അതായത് കേജ് ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്ത് അവരെടുത്ത് ചിക്കനെ പുറത്തിടും. അതേപോലെ തന്നെ പക്ഷികൾക്ക് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം തങ്ങളുടെ ചിക്സിന് മര്യാദയ്ക്ക് നല്ല രീതിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ചിക്സിനെടുത്ത് പുറത്തിടും. പിന്നെ ചില ബേർഡ്സുകൾ, ചില അസുഖമുള്ള ബേർഡ്സുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചിക്കനെ പുറത്തിടും. കാരണം വെച്ചാൽ മറ്റുള്ള ബേർഡ്സിനെ സേഫ് ആക്കാൻ വേണ്ടി, മറ്റുള്ള ചിക്സിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ പക്ഷെ പെട്ടെന്ന് സിക്കിലേക്ക് പോവുക, മൂഡ് സ്വിങ്സ് വരിക, അതൊക്കെ പക്ഷികൾക്കുള്ള സംഭവം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു ചിക്കനെടുത്ത് പുറത്തിടും. അതായത് പെട്ടെന്ന് എന്താ പറയുക, ഒരു അബ്നോർമലായിട്ട് ബേർഡ് പോവാന്നുണ്ടെങ്കിൽ ബേർഡ് ചിക്സിന് പുറത്തിടും. ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ്. അതേപോലെ തന്നെ എലീനെ കണ്ടാൽ ആ ഒരു രീതിക്ക് എലി പോവുക കാര്യങ്ങൾ കണ്ടാൽ എടുത്ത് ചിക്കനെ പുറത്തിടും. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ചിക്കായിട്ടാണെന്ന് തോന്നുന്നു. കാരണം അല്ലാതെ ഒരു കാരണം നമ്മൾ നിലവിൽ നമ്മളെ കേജിലില്ല. കാരണം ഇപ്പോൾ എലീൻ്റെ ശല്യമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നിലവിലില്ല. ഒക്കെ ആദ്യത്തെ ചിക്കായിട്ടായിരിക്കാം. മേ ബി ഇനിയിപ്പോൾ കേജ് പോരാതെ വരുന്നതാണോ എന്ന് അറിയൂല. എന്താണ് കേസിട്ട് അത് ഓർക്കന്നെ അറിയുള്ളൂ. നമുക്കൊന്നും അറിയൂല. നമ്മളൊരു ഉദാഹരണം പറയാത്രേ ഉള്ളൂ. എന്തായാലും എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ മിക്ക ഏരിയയിലും സംഭവിക്കും. മിക്ക ആൾക്കാരും എനിക്ക് പറയുന്നതാണ് ചിക്കൻ ഉണ്ടായി പക്ഷെ ചിക്കൻ എടുത്ത ആൾക്കാർ പുറത്തിട്ട്. ഞാൻ പലർക്കും പല ഐഡിയയും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഐഡിയ കാരണം ഞാൻ നോക്കിയില്ല. ഞാൻ ഒരു ഡിസ്റ്റർബ് ചെയ്തില്ല. ആദ്യം ചിക്കല്ലേ, അതുകൊണ്ട് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നിട്ടില്ല. സോ അതാണോ എന്ന് എനിക്ക് അറിയൂല. എന്തായാലും ഇപ്പോൾ അടുത്ത ആൾക്കാർ ചിക്കി വിരിഞ്ഞിട്ടുണ്ട്. ഒരെഗ്ഗും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾക്കാർ ചിക്കി വിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, എന്താ സംഭവം നോക്കട്ടെ. ഒരു ചിക്കൻ എടുത്ത് പുറത്തിടുകയാണെങ്കിൽ അത് എൻ്റെ എന്തോ ഫാൾട്ടാണ്. ഞാൻ അവിടെ കൊടുക്കുന്ന ഫാൾട്ടാണ്. ഫുഡ് നല്ല രീതിക്ക് ഫീഡ് ചെയ്യും. പിന്നെ ഫുഡ് വേസ്റ്റേജ് എന്ന് വെച്ചാലുണ്ടല്ലോ, വേർഡ് വേറെ ലെവൽ ഫുഡ് വേസ്റ്റേജാണ്. അതിപ്പോൾ അതിന് വല്ല വഴിയും ടെക്നിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മൾ ആരോട്ട് ഫുഡ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഫുൾ തട്ടി മറിച്ച് കളയുക. ഇപ്പം അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റായിട്ടാണെന്നല്ല. പക്ഷെ നമ്മൾ നല്ല ഫീഡ് ചെയ്യിപ്പിക്കും. ബേർഡ്സിന് നല്ല ഫീഡ് ചെയ്യും. നമ്മൾ വന്ന രീതിയിൽ നിന്നല്ല ഒരുപ്പുള്ളത്. ആ സൈസ് തന്നെ നമുക്ക് മാറ്റം കാണാറിയാം. ഓക്കെ, എന്തായാലും ഞാൻ വരും വീഡിയോസിൽ നമ്മളെ മറ്റ് ചിക്കൻ്റെ അപ്ഡേഷൻ ഞാൻ തരാം എന്തായാലും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറെ ആളെ പുതിയ ആരെയും കൂടി എടുത്തിട്ടുണ്ട്. സർപ്രൈസാണ്. നെക്സ്റ്റ് വീഡിയോയിൽ എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കഥ ബൈ. അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതേപോലെ ബേർഡ്സ് ഭ്രാന്തന്മാർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അടുത്തൊരു കഥ ബൈ.